ഇനി ഭാരതീയ ജനതാ പാർട്ടിയെ 2026 ജയിപ്പിക്കാനുള്ള ഊർജം വീണ്ടെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതൊക്കെ ഒരു ശക്തി കേന്ദ്രങ്ങൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മികച്ച പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചിരിക്കുന്നത്. കണക്കിനെങ്കിൽ അസംബ്ലി ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ അല്ല, ഇത് ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് മികച്ച പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചത്. ഈ ഏതാണ്ട് 7000-ലധികം വോട്ടുകൾ കുറഞ്ഞു എന്നാണ്. ഞാൻ പരിശോധിച്ചില്ല, പോയാൽ ബൂത്തൊന്ന് പരിശോധിക്കട്ടെ. RSS നേരിട്ട് ഒന്ന് പണിയെടുത്തിട്ട് പോലും ഇത് പരിശോധിക്കും. എപ്പോഴും RSS നേരിട്ട് പണിയെടുക്കാറുണ്ട്, അതൊന്നും പ്രശ്നമല്ല. ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും ശക്തമായി. 2 സീറ്റുള്ള BJP ഇപ്പം 400 സീറ്റ് വാങ്ങി ഭരിക്കുന്നില്ലേ. ഞങ്ങൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല BJPക്ക്. ഞങ്ങൾ മുന്നോട്ട് ശക്തമായി തന്നെ പോകും. അത് ഞങ്ങൾ സംഘടനാ ലെവല് കൂടി തീരുമാനിക്കേണ്ടത്. സന്ദീപ് വാര്യർ പുറത്തു പോയത് അയാളിപ്പോ പറഞ്ഞ് ചാണകവെള്ളം തളിച്ച് സുരേന്ദ്രനെ പുറത്താക്കണം. എന്നാലും പാർട്ടി നേരെ സുരേന്ദ്രൻ ശക്തനായ ഞങ്ങളുടെ നേതാവാണ്. സുരേന്ദ്രൻ കേരളത്തിലെ BJPയുടെ നാവാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. മൂത്താന്തര BJPയുടെ ഉരുക്ക് വോട്ടാണ് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ നോക്ക്. അല്ല, എങ്ങനെ 50-ലധികം വോട്ടുകളൊക്കെ അവിടെ പോയി എന്ന് പറയുന്നുണ്ട് ശിവരാജേട്ടാ. അത് ഒരു പരിശോധിക്കപ്പെടേണ്ട സാധനം തന്നെയല്ലേ. അത് നോക്കാം.